ഹായ്, എല്ലാവർക്കും മിസ്റ്റർ ഷൈലേക്ക് സ്വാഗതം. ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്. ഈ ലേഖയുടെ മരണം ഫ്ലാഷ് ബാക്ക് KG ജോർജ് ഇറക്കിയ സിനിമയാണ്. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഒരുപാട് വിവാദങ്ങളും കോടികൾക്കും സൃഷ്ടിച്ച സിനിമയാണ്. അതിന് കാരണം ആ സിനിമ ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ആത്മഹത്യ ചെയ്ത ശോഭയുടെ കഥയാണ് ഇതെന്നും പറഞ്ഞാണ് സിനിമ പബ്ലിസിറ്റി ചെയ്തത്. കാരണം അത് പറയാൻ കാരണം സിനിമയുടെ തുടക്കത്തിൽ ശോഭയുടെ വിലാപയാത്ര കോടമ്പത്തുണ്ടാകുന്ന ക്ലിപ്പിംഗ്സ് ഒക്കെ സിനിമയുടെ തുടക്കത്തിൽ ആഡോൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമ എല്ലാവരും കണ്ടപ്പോൾ ഇത് ശോഭയുടെ കഥയാണ്, ശോഭയുടെ ബാലുമഹേന്ദ്രൻ കഥയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് പിന്നീട് ചർച്ചകളാവുകയും ആ ചർച്ചകൾ പിന്നീട് വലിയ വിവാദങ്ങളായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ സിനിമ ഡയറക്ട് ചെയ്തിരുന്ന KG ജോർജിന്റെ മുൻകാല ചിത്രമായ ഉൾക്കടലില് ശോഭയായിരുന്നു പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചിരുന്നത്. ആ സിനിമയില് രാമചന്ദ്രബാബു ആണ് സിനിമാറ്റോഗ്രാഫി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷെ ശോഭ ആ സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് മനസ്സിലാക്കി ബാലുമഹേന്ദ്ര KG ജോർജ് അങ്ങോട്ട് ആവശ്യപ്പെട്ടാണ് പുള്ളിയാണ് അതിന്റെ സിനിമാറ്റോഗ്രാഫി ആയിട്ട് വരാൻ കാരണം. ആ സമയത്ത് അവർ ഒരേ ഹോട്ടലിലൊക്കെയാണ് സ്റ്റേ ചെയ്തിരുന്നത്. അപ്പൊ അവരുടെ പ്രണയമൊക്കെ കൊടികൊണ്ടിരുന്ന കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ KG ജോർജ് ഇങ്ങനെ സിനിമ ഇറക്കുമ്പോൾ ലേഖയുടെ മരണം ഫ്ലാഷ് ബാക്കിൽ ശോഭയുടെയും ബാലുമഹേന്ദ്രനെയും ഒക്കെ അത്രത്തോളം അറിയാവുന്ന ഒരാളാകുമ്പോൾ തീർച്ചയായിട്ടും ഇത് അവരുടെ തന്നെ കഥയാവുന്ന രീതിയിൽ ജനങ്ങൾ വിശ്വസിക്കാൻ തീരുമാനിച്ചു. ശരിക്കും പറഞ്ഞ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ ശോഭയുടെ കഥ മാത്രമായിട്ട് ചുരുക്കേണ്ട ഒരു സിനിമയല്ല അത്. ശോഭ മരിച്ച അതേ വർഷം തന്നെ ഒരു 5-6 നടിമാരും കൂടി ആ സമയത്ത് സൂയിസൈഡ് ചെയ്തിരുന്നു. ഒരു 80s 90s അതിന്റെ ഇടയ്ക്ക് ഒരുപാട് നായികമാരും അല്ലെങ്കിൽ സഹനടിമാരൊക്കെ ഈ സൂയിസൈഡ് ടെംപ്റ്റേഷൻ ഉള്ള ആൾക്കാരായിരുന്നു. ഒരുപാട് പേര് ആത്മഹത്യയുടെ വക്കിലെത്തി, ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവരെയൊക്കെ ഒന്ന് നോട്ടീസ് ചെയ്യുന്ന രീതിയിലുള്ള സിനിമയാണ് പുള്ളി ഉദ്ദേശിച്ചത്. പക്ഷെ ആ സമയത്ത് ശോഭ ഫേമസ് ആയിരുന്നു. ശോഭയുടെ മരണവും അത് സംബന്ധമായ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ സിനിമ കൂടുതലും ശോഭയിലേക്ക് ഫോക്കസ് ആയി പോയതാണ്. ശോഭ മരിച്ച അതേ വർഷം തന്നെയാണ് നമ്മുടെ ഫടാഫട്ട് ജയലക്ഷ്മി മരിച്ചത്. ഫടാഫട്ട് ജയലക്ഷ്മി പറഞ്ഞ ഇവരുടെ ഒരുമിച്ച് ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, മുള്ളും മരതും പറഞ്ഞ രജനീകാന്തിന്റെ പടത്തില്. അപ്പൊ ആ സമയത്ത് എന്തൊക്കെയോ മെന്റൽ സ്ട്രെയിന് എന്തൊക്കെയോ പ്രശ്നമായിട്ടൊക്കെ ഒരുപാട് പേര് ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവരെയൊക്കെ ഒന്ന് നോട്ടീസ് ചെയ്തുകൊണ്ട് ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന സിനിമ KG ജോർജ് അണിയിച്ചൊരുക്കിയത്. പക്ഷെ അതിപ്പോ നമ്മൾ കാണുമ്പോൾ ശോഭയുടെ മരണവും അവരുടെ ജീവിതമാണ് നമ്മൾ അത് തെറ്റിദ്ധരിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ തലമുറ സിനിമയിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ ഈ സിനിമ എന്നിടത്ത് കാണും നല്ലതാണ്. സിനിമയിലേക്ക് എത്തിപ്പെടുമ്പോൾ നേരായ വഴി കൂടെ നമ്മൾ സഞ്ചരിച്ച് സിനിമയിൽ ചെല്ലാൻ നോക്കുമ്പോൾ ഒരു കാരണവശാലും നേരായ വഴി കൂടെ സഞ്ചരിച്ച് നമുക്ക് സിനിമയിലേക്ക് എത്താൻ പറ്റില്ല എന്നും അതിന് വേറെ കുറുക്കുവഴികളുണ്ടെന്നും അതിന് പല അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ആവശ്യമാണെന്നൊക്കെ ഈ സിനിമ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. കാലഘട്ടമൊക്കെ ഒരുപാട് മാറിയാൽ പോലും ഇന്നും സിനിമ തുടർന്നു പോകുന്ന രീതിയിൽ ഇതൊക്കെ തന്നെയാണ്. അപ്പൊ സിനിമ നോക്കി വരുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഒന്ന് കാണുകയും അതിനുശേഷവും ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതും ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ എന്തും സംഭവിക്കാം. അപ്പൊ അതിനൊക്കെ ഒരു തയ്യാറെടുപ്പോട് കൂടി സിനിമയിലേക്ക് വരേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോഴും നമ്മൾ റീസെന്റ് ആയിട്ട് കാണുന്ന ന്യൂസുകൾ വെച്ച് നോക്കുമ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. അപ്പൊ തീർച്ചയായിട്ടും ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമ കാണുക. കാരണം സിനിമയ്ക്കുള്ളിലെ സിനിമ പറഞ്ഞ ഒരു സിനിമയാണ്. പിന്നെ സിനിമ മോഹിച്ചു കിടക്കുന്നവർ അവർ പോയി ചേർന്ന വഴികൾ, ചതിക്കുഴികൾ, അവിടുന്ന് ചിലപ്പോൾ സക്സസ് ആയിട്ട് കയറി വരുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഈ സിനിമയെ കാണിക്കുന്നുണ്ട്. സിനിമയുടെ ഏകദേശം സിനിമയുടെ പിന്നാമ്പുറങ്ങളുള്ള കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ കൂടുതലും കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കാണാത്തൊരു സിനിമ ഒന്ന് കാണുക. ഈ സിനിമാ മോഹമായിട്ട് നടക്കുന്ന സ്ത്രീകളും അല്ലെങ്കിൽ ഈ സിനിമാ മോഹമായിട്ട് നടക്കുന്ന പെൺകുട്ടികളും തീർച്ചയായിട്ടും സിനിമകൾക്കൊന്നും കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നാണ്. അപ്പൊ ഇനി നല്ല വീഡിയോസ് ഇട്ട് വന്നവരെ ബൈ.